ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും വിജയ് യൂട്യൂബ് ചാനലിൻ്റെ നളപാചകം മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നളപാചകത്തിൽ ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് ഇലദോശയാണ്. ഇല അട എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും, പക്ഷേ ഇലദോശ വ്യത്യസ്തമായ ഒരു വിഭവമാണ്. അത് ബേസിക്കായിട്ട് ആദ്യം പറഞ്ഞുതരാം. സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുന്നത് തന്നെ അരി ഉഴുന്നും കുതിർത്ത് അരച്ച് പുളിപ്പിച്ച് ദോശ ഉണ്ടാക്കുന്നു. സാധാരണ ചെയ്യുന്നത് നമ്മൾ രാവിലെ അരി ഉഴുന്നും വെള്ളത്തിലിടുന്നു, വൈകുന്നേരം അത് അരച്ചിടുന്നു, രാവിലത്തേക്ക് പുളിക്കും, രാവിലെ ദോശ ഉണ്ടാക്കി കഴിക്കുന്നു. പക്ഷേ ഇതിൻ്റെ വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ ഈ ദോശ വൈകുന്നേരമാണ് ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് വൈകുന്നേരം അരി ഉഴുന്നും വെള്ളത്തിലിട്ട് കുതിർത്തിച്ച് രാവിലെ മാവ് അരച്ചിടുന്ന, പിന്നീട് അത് പുളിച്ചിട്ട് വൈകുന്നേരമാണ് ദോശ ഉണ്ടാക്കുന്നത്. ഒരു 10 മണിക്കൂർ നമ്മൾ ഈ ഇലയ്ക്കകത്ത് ഈ ദോശ ഇരിക്കണം, എങ്കിലേ അതിൻ്റെ ടേസ്റ്റും ഗുണവും കിട്ടുകയുള്ളൂ. അതുകൊണ്ട് രാത്രി മുഴുവൻ ഈ ഇലയ്ക്കകത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഈ ഇലദോശ കഴിക്കേണ്ടത്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഇത് ഞാൻ അരി ഉഴുന്നും അരച്ച് പുളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ദോശ ഇനി ചുട്ടെടുക്കണം. ഇതെങ്ങനെ ചുടുന്നതെന്ന് അറിയാം. ദോശ ഇടാൻ വേണ്ടി വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണയ്ക്കകത്ത് ഉപ്പുകല്ലിട്ടിട്ടുണ്ട്. ഉപ്പുകല്ലിടുന്നതിൻ്റെ കാര്യം ഈ ദോശ കല്ല് പറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അത് കുറച്ച് ഉപ്പുകല്ലിട്ടാൽ മതി. ഇനി അത് കല്ലിൽ എണ്ണ വെട്ടാൻ വേണ്ടി ഞാൻ ചകിരിയാണ് എടുത്തിരിക്കുന്നത്, നാച്ചുറലായിട്ടുള്ള ചകിരി. അത് തുണി ഒരു കമ്പൽ ചുറ്റി വേണമെങ്കിലും എടുക്കാം, ഞാൻ ചകിരിയാണ് എടുത്തത്. ഇനി നമുക്ക് ഈ ഇത് കല്ല് ചൂടായിട്ടുണ്ട് നല്ലപോലെ. ഇനി നമുക്ക് ഈ എണ്ണയൊന്ന് നമുക്ക് തരക്കാം. കല്ല് ചൂടായി, എണ്ണ പുരട്ടി. ഇനി നമുക്ക് പരത്താൻ പാടില്ല, ഇങ്ങനെ ഒന്ന് വറുക്കുക മാത്രമേ ചെയ്യൂ. ഇത്രയും വലിപ്പം മതി, ഇത്രയും വലിപ്പമേ ആകാൻ പാടുള്ളൂ. അങ്ങനെ പാകം വായിച്ചിരിപ്പുണ്ട്. ഈ ദോശ എന്ന വാക്ക് ഹിന്ദിയിൽ നിന്നും വന്നതാണ്. ദോ ഇഷ്, അത് ആദ്യം ഒഴിക്കുമ്പോൾ ഒരു ഇഷ് കേൾക്കും, രണ്ടാമത് മറിച്ചിടുമ്പോൾ മറ്റൊരു ഇഷ് കേൾക്കും. അപ്പോൾ ദോ ഏക് ദോ ദോ ദോശ, അങ്ങനെയാണ് ദോശ എന്നുള്ള ആ ഒരു പദം തന്നെ വന്നത്. ഇത് കുറച്ച് മറിച്ചിടുമ്പോൾ മറ്റൊരു ഇഷും കൂടെ കേൾക്കും. ഇതാ മറിച്ചിടാറായി, ഇതാ കണ്ടോ, മറ്റൊരു ഇഷും കൂടെ കേട്ടു. അതാണ് ദോശ, അങ്ങനെ ദോശയായി മാറി. ഇത് നമ്മൾ 5 എണ്ണമാണ് ഒരു സെറ്റ്. 5 എണ്ണം ചുട്ടെടുത്തിട്ട് ഒരിലയ്ക്കകത്ത്, ഇല കാണിച്ചു തരാം, അത് സസ്പെൻസായിട്ട് നിൽക്കണേ. ഇത് ചുട്ട് കഴിഞ്ഞതിന് ശേഷം ഇല ഞാൻ കാണിച്ചു തരാം. ആയിട്ടില്ല, കുറച്ചുകൂടെ കഴിയും. ഇതാ ദോശ നല്ല പൊരിഞ്ഞ് കിട്ടി. ഇതവിടെ നമുക്ക് വെക്കാം. ഇനി അടുത്തത് ദോശ ചുടുവാൻ ഓരോ ദോശ ഇടുമ്പോൾ ഇളക്കിയെടുക്കണം, കാരണം ഉഴുന്ന് എപ്പോഴും മുകളിൽ വന്ന് കിടക്കും. അത് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം എടുക്കാം. പിന്നെ ഒരു ഇശി കേട്ട് കഴിഞ്ഞു. ഇനി മറിച്ചിടുമ്പോൾ ഒരു ഇശൂടെ കേൾക്കും, അപ്പോൾ ദോശയാവും. മറിച്ചിടാറായി. രണ്ടാമത്തെ ഇശു കേട്ടു, അപ്പോൾ രണ്ടാമത്തെ ദോശയായി വരുന്നുണ്ട്. ആയിട്ടില്ല, കുറച്ചിടാണ്.
ദോശ നല്ല പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 2 ഇതൊരു 3 കൂടെ കൊണ്ടുവരണം. ഇടയ്ക്കിടയ്ക്ക് ചട്ടുകത്തിൻ്റെ അറ്റത്ത് ഇങ്ങനെ എണ്ണ പുരട്ടി കൊടുക്കണം. ഇത് 5ാമത്തെ ദോശയാണ്. ഒരു ഡിഷിനുള്ളത് 5 എണ്ണം. ഇത് 5ാമത്തെ ദോശ നമ്മളുണ്ടാക്കി. ഇനി നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫാക്കാം. അപ്പോൾ ദോശ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഇലദോശ എങ്ങനെ ഉണ്ടാക്കുന്നത് ആ സസ്പെൻസ് ചെയ്യാൻ എളുപ്പം നോക്കുക. ഇലദോശ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഉണങ്ങിയ ഇലയാണ്. വാഴയുടെ ഉണങ്ങിയ ഇല. അത് ഞാലിപ്പൂവൻ വാഴയുടെ ഉണങ്ങിയ ഇല ആയിരിക്കും നല്ലത്. ഞാലിപ്പൂവൻ വാഴയുടെ ഉണങ്ങിയ ഇലയാണ് എടുക്കേണ്ടത്. ഇനി നമുക്കിത് നോക്കാം എങ്ങനെയാണ്. അതിന് വേണ്ടത് അതിൻ്റെ ഈ വാഴക്കൈയുടെ നാരെടുക്കണം. വാഴക്കയുടെ നാരെടുത്തിട്ട് ഇങ്ങനെ ക്രോസായിട്ട് വെക്കണം. ഉണ്ടോ? ഇങ്ങനെ ക്രോസായിട്ട് വെച്ചിട്ട് അതിൻ്റെ നടുക്കിട്ട് ഇല വെക്കുക. ഒരല്ല അതിൻ്റെ നടുക്ക് വെക്കുക. അത് 2 ഇല വെക്കാം. വളരെ വീതി കിട്ടുള്ളൂ. നമുക്കൊന്ന് മടക്കിയെടുക്കണ്ടേ. ഞാൻ കറക്റ്റാക്കി വെച്ചോണ്ട് ഇനിയാണ് നമുക്ക് ഈ ദോശയ്ക്ക് ചമ്മന്തി വേണം. ഈ ചമ്മന്തി തേങ്ങായും വറ്റൽമുളകും ചെറിയ ഉള്ളി കുറച്ച് ഇഞ്ചിയും കൂടെ കൂട്ടി അരച്ചിട്ട് കടുവും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ചെറിയ ഉള്ളിക്ക് അരിഞ്ഞിട്ട് കടു വറുത്ത് എടുക്കുന്ന ചമ്മന്തി. ഇതല്ല ചൂട് ചമ്മന്തി ഉണ്ട്. അതവിടെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ചൂട് ചമ്മന്തി ആദ്യം ഈ ഇലയുടെ പുറത്ത് ഒന്ന് വെച്ച് കൊടുക്കണം കുറച്ച്. എന്നിട്ട് ഒരു ദോശ എടുത്തിട്ട് അങ്ങോട്ട് വെക്കുക. വീണ്ടും ഈ ദോശയുടെ പുറത്ത് ചമ്മന്തി ഒഴിച്ചു കൊടുക്കണം. വീണ്ടും ദോശ എടുത്ത് വെക്കുക. ഇനി ഇതിൻ്റെ പുറത്ത് വീണ്ടും ചമ്മന്തി വെച്ച് കൊടുക്കുക. ദോശ വെച്ചു. വീണ്ടും ചമ്മന്തി വെച്ച് കൊടുത്തു. വീണ്ടും ദോശ വെച്ചു. അതിൻ്റെ പുറത്ത് വീണ്ടും ചമ്മന്തി വെച്ച് കൊടുത്തു. 5ാമത്തെ ദോശ വെച്ചു. ഒരു ഡിഷിൽ 5 എണ്ണമാണ്. ഈ 5 എണ്ണം കഴിച്ചാൽ എത്ര വലിയ വയറുള്ളവരുടെയും വയറ് നിറയും. അതിനേക്കാളും കൂടുതൽ മനസ്സ് തൃപ്തിയാണെന്നുള്ള അത്രയ്ക്ക് ടേസ്റ്റിയാണിത്.
ഇനി നമ്മൾ ചെയ്യേണ്ടത് മറ്റൊരു വാഴയിലിട്ടിട്ട് ഉണങ്ങിയിട്ട് ഒന്നിങ്ങനെ ഒന്ന് പൊത്തി വെക്കുക. ഇനി ഇതിൻ്റെ 4 വശവും കൊണ്ട് വെച്ചിട്ട് മടക്കി വെക്കുക. ഭംഗിയായിട്ട് മടക്കി വെക്കണം. ഇതിങ്ങോട്ട് എടുക്കുക. ഈ വള്ളി ഇതിങ്ങനെ എടുക്കുക. ഇതിങ്ങോട്ട് എടുക്കുക. ഇത് കൊടുക്കുക. ശരിക്കും ഇങ്ങനെ ചുറ്റി പള്ളി ഇവിടെ കുറച്ച് നീളമുണ്ട്. അത്ര നീളമൊന്നും വേണ്ട. പാകത്തിന് നീളം കുറച്ചെടുത്താൽ മതി. ഇങ്ങനെ ഒരില പൊതിയാക്കി അങ്ങോട്ട് വെക്കുക. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മണിക്കൂർ നേരം ഇതിങ്ങനെ ഇരിക്കണം. അതുകൊണ്ടാണ് രാത്രി ഉണ്ടാക്കി വെച്ചാൽ രാവിലത്തേനാണ് സാധാരണ രാവിലെയാണ് എടുത്ത് കഴിക്കാറുള്ളത്. ഇതാണ് നമ്മുടെ ഇലദോശ. ഇങ്ങനെ ഒരു പാത്രത്തിലിട്ടിട്ട് ഒരു മുടി കൊണ്ട് അടച്ച് അവിടെ വെച്ചാൽ മതി. രാവിലെയാണ് നമ്മൾ ഈ ദോശ എടുത്ത് കഴിക്കുന്നത്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്നിപ്പം വൈകുന്നേരമാണ് ഞാനിത് ഉണ്ടാക്കി വെച്ചത്. നമുക്ക് നാളെ രാവിലെ ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കഴിക്കാം. അപ്പോൾ രാവിലെ കാണാം പ്രഭാതത്തിൽ. അപ്പോൾ എല്ലാവർക്കും നല്ല പ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ച ഇലദോശ ഉണ്ടല്ലോ, മറന്നുപോയായിരുന്നോ? ഞാൻ മറന്നിട്ടില്ല. ഇന്നലെ ഉണ്ടാക്കി വെച്ച നല്ല സൂപ്പർ ഇലദോശ ഉണ്ട്. നമ്മൾ എടുക്കാൻ പോവാം. ഇന്ന് എടുത്തിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം എങ്ങനെയുണ്ടെന്ന്. കണ്ടോ, ഇന്നലെ ഞാൻ പാത്രത്തിനായിട്ട് അടച്ചു വെച്ചത്. നമുക്ക് ഇതിനെ ഒന്ന് തുറന്നു നോക്കിയാലോ. ഉണ്ടോ, ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഉണ്ടോ, നല്ല പരുവത്തിലുണ്ട്. ഈ തുറക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ട്. ഈ സ്മെല്ല് മാത്രം മതി വയറ് നിറയാൻ. ഇതുണ്ടോ, ഇതാണ് ഇലദോശ. ആ ചമ്മന്തി എല്ലാം പിടിച്ച് ഈ ഇലയുടെ എല്ലാം ഗുണം എല്ലാം പിടിച്ച് ഇലയ്ക്ക് ഉണങ്ങിയ ഇലയ്ക്ക് വാഴ ഉണങ്ങിയ ഇലയ്ക്ക് ഭയങ്കര ഗുണമുണ്ട്. ഇതെല്ലാം പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടോ. ഇങ്ങനെ അടത്തി ഇങ്ങനെ അടന്ന് പോരും. ഇത് അടന്ന് പോരുന്ന സാധനമാണ്. ഇതാണ് കഴിക്കേണ്ടത്. ഒന്ന് കഴിച്ചു നോക്കാം അല്ലേ. നോക്കട്ടെ. സൂപ്പർ സാധനമാണ്. എല്ലാവരും ഇതുണ്ടാക്കി കഴിക്കണം. കൊച്ചു കുട്ടികൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. ആർക്കും ഇഷ്ടപ്പെടും. കാരണം രാവിലെ എടുക്കുമ്പോൾ തണുത്തിരിക്കും. പക്ഷേ ആ തണുപ്പിന് പ്രശ്നമല്ല. നല്ല ഗുണകരമാണ്, അതീവ ഗുണകരമാണ്. ഈ വാഴയിലേക്ക് അത് പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഔഷധ ഗുണമെല്ലാം കൂടെ ഇതിനകത്തേക്ക് വരും. പിന്നെ ഈ ചമ്മന്തിയും ഈ ദോശ എല്ലാം കൂടെയുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും ഗുണകരമായിട്ട് കാര്യമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെച്ചോളൂ. ഉണ്ടാക്കി കഴിച്ചിരിക്കണം. ഇതിനൊന്നും വലിയ ചിലവില്ലല്ലോ. ഈ വാഴയുള്ള ചിലവില്ലല്ലോ. എല്ലാവരുടെയും വീട്ടിൽ വാഴ ഉണ്ടാവും. എടുക്കുമ്പോൾ ഞാലിപ്പൂവൻ വാഴയുടെ ഇല ഉണങ്ങിയാൽ എടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ നളപാചകത്തിലെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോളൂ. കമൻറ്റ് ഇടാൻ മറക്കണ്ട കേട്ടോ. എന്തിനാണ് കമൻറ്റ് ഇടാൻ മടിക്കുന്നത്? കമൻറ്റ് ഇട്ടോളൂ. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. വിജയ്.